Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാലോ? നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 11th ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് സ്വയം, ദി ഗവൺമെന്റ് പ്ലാറ്റ്ഫോം ദാറ്റ് പ്രൊവൈഡ് ഓൺലൈൻ കോഴ്സസ് ടു സ്റ്റുഡൻസ്. 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് വെബ് ഫോർ അവയർനെസ് ടു യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓപ്ഷൻ ബി സെൽഫ് വേൾഡ് ഓഫ് ആക്റ്റീവ് യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓപ്ഷൻ സി സ്റ്റഡി വെബ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. Students web of active learning for young aspiring minds. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് സ്വയം എന്നതിന്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത്? ഓപ്ഷൻ സി സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. അതാണ് സ്വയം എന്നുള്ളതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ ഈ സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെന്റ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓൺലൈൻ കോഴ്സസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് പ്ലാറ്റ്ഫോം ആണ് സ്വയം. സ്വയം എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ് വരുന്നത്? സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, സ്വയം എന്നുള്ളതിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് പറയാം. സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ആണ്. ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ആണ് സ്വയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയുടെ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, ഇങ്ങനെയുള്ള 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്, ഒരു സംരംഭമാണ് എന്ത്? സ്വയം എന്ന് പറയുന്നത്. The platform aims to bridge the digital divide for students who have remained untouched by the digital revolution and have not been able to join the mainstream of the knowledge economy. അതായത് ഇത്രയേ ഉള്ളൂ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ റെവല്യൂഷന്റെ ഗുണഫലങ്ങളൊന്നും കിട്ടാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടാവല്ലോ, കുട്ടികൾ ഉണ്ടാവല്ലോ. അതായത് അത്തരത്തിലുള്ള ഒരു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികൾക്ക് ആ ഒരു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഏത്? സ്വയം എന്ന് പറയുന്നത്. 9ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഈ പ്രോഗ്രസ് എഡ്യൂക്കേഷൻ, ഈ ഡിജിറ്റൽ ബേസിലുള്ള പ്രോഗ്രസ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട്, ഐ മീൻ ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് ഈ 9ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കുട്ടികൾക്ക് ആണ് കുട്ടികൾക്കുള്ള കോഴ്സുകളാണ് ഈ സ്വയം എന്നുള്ള പോർട്ടലിൽ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചോദ്യമാണ് ദ ഓതർ ഓഫ് മുക്കദിമ. 12ാമത്തെ ചോദ്യമാണ് ഓതർ ഓഫ് മുക്കദിമ. ആരാണ് മുക്കദിമയുടെ കർത്താവ്? ഇബിൻ ഖൽദൂൻ, അൽ ബറൂനി, ഇബിൻ ഇഷാഖ്, ഫിർദൌസി. 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് പഠിച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെമസ്റ്ററിലെ ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ള ബുക്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള പേരുകളാണ് ഈ പറയുന്ന മുക്കദിമ അല്ലെങ്കിൽ ഈ പറയുന്ന ഓതേഴ്സിന്റെ പേരുകൾ, കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പോൾ അതുപോലെ നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി പഠിക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വർക്കാണ് ഈ മുക്കദിമ എന്ന് പറയുന്ന വർക്ക്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത്. യെസ്, ഓപ്ഷൻ എ ഇബിൻ ഖൽദൂൻ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. ഇബിൻ ഖൽദൂൻ ആണ് മുക്കദിമ ഓർ പ്രൊലോഗോമെന. കേട്ടിട്ടില്ലേ? ആ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? ഇബിൻ ഖൽദൂൻ. മുക്കദിമ അല്ലെങ്കിൽ ഓർ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മുക്കദിമ ഓർ പ്രൊലോഗോമെന കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ആ വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? ഇബിൻ ഖൽദൂന്റെ വർക്കാണ്. ഒരു ഏകദേശം 1377 കാലഘട്ടത്തിലാണ് ഇബിൻ ഖൽദൂൻ ഈ ഒരു വർക്ക് രചിക്കുന്നത്. ഹിസ്റ്റോറിയോഗ്രാഫിനെ ഒരു സയന്റിഫിക് വേയിലൂടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ സയന്റിഫിക് വേയിലൂടെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന
ആദ്യത്തെ കൃതികളിൽ ഒന്നാണ് ഈ മുക്കദിമ എന്ന് പറയുന്ന വർക്ക് കേട്ടോ. ഓക്കെ, മുക്കദിമ എഴുതിയിട്ടുള്ളത് എന്നാണ് 1377 എഴുതിയിട്ടുള്ളത്. പ്രൊലോഗോമെന കണ്ടോ, പ്രൊലോഗോമെന അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. മുക്കദിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻട്രൊഡക്ടറി വോളിയം ടു ഇബിൻ ഖൽദൂൻസ് മോണുമെന്റൽ വർക്ക് ഓഫ് ദ ഹിസ്റ്ററി കിതാബ് അൽ ഇബർ. ഇബിൻ ഖൽദൂന്റെ കിതാബ് അൽ ഇബർ എന്ന ഒരു മോണുമെന്റൽ വർക്ക് ഉണ്ട്. അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് അല്ലെങ്കിൽ ആമുഖമാണ് മുക്കദിമ എന്ന് പറയുന്നത്. ഇബിൻ ഖൽദൂനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ ഫാദർ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, അതായത് ചരിത്ര രചനയുണ്ടല്ലോ, ഹിസ്റ്റോറിയോഗ്രാഫി, അതിന്റെ ഒരു പിതാവായിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ് ആര്, ഇബിൻ ഖൽദൂൻ. ഓക്കെ, അത് മാത്രമല്ല ഫാദർ ഓഫ് സോഷ്യോളജി എന്നും ഇബിൻ ഖൽദൂനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഫാദർ ഓഫ് സോഷ്യോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, then ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. ഏതാ, അസബിയ എന്ന് പറയുന്നൊരു തിയറി. അതായത് ഒരു ട്രൈബൽസിന്റെ ഒരു ഐക്യത്തിനെയും അവരുടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കെട്ടുറപ്പിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ടേം ആയിട്ടാണ് ഈ അസബിയ എന്നുള്ള ടേം, ഒരു തിയറി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മറ്റു ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? അൽബറൂണി ഉണ്ടായിരുന്നു, പിന്നെ ഇബിൻ ഇസ്ഹാഖ് അല്ലെങ്കിൽ ഇബിൻ ഇഷാഖ് ഉണ്ടായിരുന്നു, ഫിർദൌസി ഉണ്ടായിരുന്നു അല്ലെ. ഈ അൽബറൂണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരായിരുന്നു? അൽബറൂണി എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനും ഒരു സ്കോളർ, ഒരു പേർഷ്യൻ സ്കോളർ കൂടിയായിരുന്നു അൽബറൂണി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വർക്ക് ഏതാണ്? കിതാബ് അൽ ഹിന്ദ് ആണ് അൽബറൂണിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വർക്ക്. ഒരു 11th സെഞ്ചുറിയിലൊക്കെയാണ് ഇദ്ദേഹം 11th സെഞ്ചുറി, ഇന്ത്യയിലെ ഒരു 11th സെഞ്ചുറി കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു 11th സെഞ്ചുറിയുടെ ചരിത്രം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് അൽബറൂണിയുടെ കിതാബ് അൽ ഹിന്ദ് പോലുള്ള പുസ്തകങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത വ്യക്തി ആരായിരുന്നു? ഇബിൻ ഇസാഖ് അല്ലെങ്കിൽ ഇബിൻ ഇസഹാക്ക് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം ഒരു ഇസ്ലാമിക് ഹിസ്റ്റോറിയൻ ആണ്. ആര്? ഇബിൻ ഇസഹാക്ക് ആരായിരുന്നു? ഒരു ഇസ്ലാമിക് ഹിസ്റ്റോറിയൻ ആയിരുന്നു. പിന്നെ പ്രോഫറ്റ് മുഹമ്മദ് ഉണ്ടല്ലോ, പ്രോഫറ്റ് മുഹമ്മദിന്റെ ആദ്യകാലത്തെ ജീവചരിത്രത്തിന്റെ പേരെന്തായിരുന്നു? സീറത്ത് റസൂലുള്ള അത് രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ഇബിൻ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി കേട്ടോ. സോറി. ഇനി ഫിർദൌസി ഒരു പേർഷ്യൻ പോയറ്റ് ആണ് ഫിർദൌസി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ഷാനാമ, ഒരു എപ്പിക് അല്ലെങ്കിൽ പേർഷ്യയുടെ ഒരു നാഷണൽ എപ്പിക് എന്നൊക്കെ അറിയപ്പെടുന്ന ഷാനാമ രചിച്ചിട്ടുള്ളത് ആരാണ്? ഫിർദൌസി ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമ്മുടെ 13ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് സെക്കൻഡുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്സിറ്റ്, ദെൻ ഇഡം, ഓപ്സിറ്റ്, ഇബിഡ് ഇതൊക്കെയാണ്. ദെൻ ലിസ്റ്റ് സെക്കൻഡ് ഇൻ ദ സെയിം പ്ലേസ് ഫോർ വർക്ക്, ഇൻ ദ പാസേജ് സൈറ്റഡ്, ഇൻ ദ വർക്ക് സൈറ്റഡ്, ദ സെയിം. ഓക്കെ, നോക്കാം. നമ്മുടെ ഈ സൈറ്റേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. സെറ്റ് ഹിസ്റ്ററിയിലും നെറ്റിലും ഒക്കെ നമുക്ക് സെറ്റിൽ ധാരാളം ക്വസ്റ്റ്യൻസ്, ഈ സൈറ്റേഷൻസ് ഇല്ലാത്ത, ഓപ്സിറ്റും ലോക്സിറ്റും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു ഈ സൈറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളൊരു 10 വർഷത്തെ PYQ എടുത്ത് നോക്കിയോ, എല്ലാത്തിലും ഉണ്ടായിരിക്കും ഈ ഒരു സൈറ്റേഷന്റെ ക്വസ്റ്റ്യൻ. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, 2-3 ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കോഡുകളായിട്ടാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കോഡ് പ്രകാരം കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിന്റെ കോഡ് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള കോഡ്. A2B4 C3D4 D1 ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള കോഡ് വരുന്നത്. നമുക്ക് ആൻസേഴ്സ് ഒന്ന് നോക്കാം.
യെസ്, കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള ടേബിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെറിവേഷൻസും ലിസ്റ്റ് സെക്കൻഡിൽ അതിന്റെ മീനിങ്ങുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോക്സിറ്റ്, ലോക്കോസിറ്റാറ്റോ എന്നാണ് ലോക്സിറ്റിന്റെ ഫുൾ നെയിം വരുന്നത്. ഇൻ ദ പാസേജ് സൈറ്റഡ്, അതാണ് ലോക്സിറ്റിന്റെ അർത്ഥം വരുന്നത്. ഇടം, ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സെയിം, അതന്നത്, അതാണ് ഇടം. ഓക്കെ. ഓപ്സിറ്റ്, ഒപ്പേറേസിറ്റാറ്റോ, അതാണ് ഓപ്സിറ്റ്. ഓക്കെ. ഇൻ ദ വർക്ക് സൈറ്റഡ്, അതാണ് ഓപ്സിറ്റിന്റെ മീനിങ് വരുന്നത്. അടുത്തത് ഇബിഡ്, ഇബിഡം എന്നുള്ളതാണ് ഇബിഡ്. ഓക്കെ. ഇൻ ദ സെയിം പ്ലേസ് ഓഫ് വർക്ക്, അതാണ് ഇബിഡം അല്ലെങ്കിൽ ഇബിഡിന്റെ ഒരു മീനിങ് വരുന്നത്. നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലും അല്ലെങ്കിൽ മറ്റു റിസർച്ച് പേപ്പറിലും അല്ലെങ്കിൽ വലിയ വലിയ ഹിസ്റ്റോറിക്കൽ വർക്ക്സിലും ഒക്കെ ഒരേ പുസ്തകത്തിനെയോ അല്ലെങ്കിൽ ആ സെയിം ഓതറിനെയോ വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യേണ്ട അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ട്, അതായത് ഞാനിത് എന്താ റോമില ഥാബറിന്റെ ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലത്തെ ഇത്രാമത്തെ പേജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നുള്ളത് പിന്നെയും 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 എഴുതുന്നതിന് പകരം നമ്മൾ ചെയ്യാ എന്താ, അവിടെ ഇബിഡ് കൊടുക്കാം, അതല്ലെങ്കിൽ ലോക്സിറ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ അവിടെ ഇടം കൊടുക്കാം. അങ്ങനെ ഏതാ വേണ്ടത് വെച്ചെങ്കിൽ അതിന്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഏതാണോ ആവശ്യം അതനുസരിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഇത് എങ്ങനെ കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലേ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. നമ്മളിനി നെറ്റും PhD ഒക്കെ ചെയ്യാൻ പോണവരാണ് അല്ലെ. അപ്പോ ഇതൊക്കെ ആവശ്യമല്ലേ നമുക്ക്? അതെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, ഇതൊക്കെ ലാറ്റിൻ ടേം ആണ് കേട്ടോ. ലാറ്റിൻ ടേം ആണ് മെയിൻ ആയിട്ട് ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെ നോക്കൂ, ഇബിഡ്, വേണ്ട, ഞാൻ ലോക്സിറ്റിൽ തന്നെ തുടങ്ങാം. ലോക്സിറ്റ്, ലോക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? നേരത്തെ പറഞ്ഞ അതേ ഭാഗത്ത്, അതാണ് ലോക്സിറ്റ് എന്നുള്ളതിന്റെ ഒരു അർത്ഥം വരുന്നത്. ഇൻ ദ പാസേജ് സൈറ്റഡ് അല്ലെങ്കിൽ ഇൻ ദ പ്ലേസ് സൈറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലെ അതേ പേജോ അതല്ലെങ്കിൽ അതേ പാസേജോ തന്നെ വീണ്ടും നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലോക്സിറ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? നമ്മള് മുന്നേ നമ്മളിങ്ങനെ ഒരു വർക്ക് എഴുതി വന്നപ്പോ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പുസ്തകത്തിലത്തെ അതേ പേജ് അതേ പാരഗ്രാഫ് തന്നെ നമുക്ക് വീണ്ടും മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വെക്കണം മക്കളെ? ലോക്സിറ്റ് വെക്കണം. ഇൻ ദ പാസേജ് സൈറ്റഡ് അല്ലെങ്കിൽ ഇൻ ദ പ്ലേസ് സൈറ്റഡ്, അതാണ് ലോക്സിറ്റിന്റെ മീനിങ് വരുന്നത്. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് ഇടം. ഓക്കെ. ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതേ ആള്, അതാണ് ഇടം എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. സെയിം, ദ സെയിം, ദ സെയിം പേഴ്സൺ എന്നും നമുക്ക് പറയാം. ഒന്നുകൂടി ക്ലാരിഫൈ ആക്കാൻ വേണ്ടിട്ട് ദ സെയിം പേഴ്സൺ എന്ന് പറയാം. അപ്പൊ ഇത് ഈ ഇടം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ഒരേ ഓതറിന്റെ തന്നെ മറ്റൊരു പുസ്തകത്തിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഒരു ആർട്ടിക്കിളിനെയോ ഒക്കെ നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയേണ്ടി വരുമ്പോ ആ ഒരു ഓതറിന്റെ പേരിന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഇടം എന്നുള്ള ടേം യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? എന്താണ് ഇടം എന്ന് പറയുന്നത്? ദ സെയിം പേഴ്സൺ, സെയിം ആയിട്ടുള്ള ആള് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. അടുത്തത് ഓപ്സിറ്റ് ആണ്. അടുത്തത് ഓപ്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ സൂചിപ്പിച്ച കൃതി, അതാണ് ഓപ്സിറ്റ്. ഇൻ ദ വർക്ക് സൈറ്റഡ്, അതായത് ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കുറച്ച് പേജുകൾ കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും അവിടെ? അവിടെ നമ്മൾ നമ്മുടെ ഈ ഓപ്സിറ്റ് ചാപ്റ്റർ അങ്ങോട്ട് വെക്കും. ഓക്കെ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ഓപ്സിറ്റ് എന്ന് പറയുന്നത്? ഒരു ഓതറിനെ കുറിച്ചിട്ട്, ഒരു ഓതറിന്റെ ബുക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ബുക്കിനെ കുറിച്ചിട്ട് R ശർമ്മയുടെ ഇന്ത്യസ് ആൻഷ്യന്റ് പാസ്റ്റ് നമ്മൾ നമ്മുടെ വർക്കിൽ മെൻഷൻ ചെയ്തു ഓൾറെഡി. നാലാമത്തെ പേജിൽ നമ്മൾ മെൻഷൻ ചെയ്തു. ഈ നാലാമത്തെ പേജ് കഴിഞ്ഞ് 5, 6, 7, 8, 9, 10, 11 ഒരു 15ാമത്തെ പേജ് ആയിക്കോട്ടെ. ആ 15ാമത്തെ പേജിൽ നമുക്ക് സെയിം പുസ്തകത്തിനെ കുറിച്ചിട്ട് നമുക്ക് മെൻഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ? അവിടെ നമ്മൾ ഓപ്സിറ്റ് എന്ന് എഴുതും. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഈ ഓപ്സിറ്റിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ഇതിനോട് സിമിലർ ആവുന്ന തെറ്റിപ്പോകുന്ന ഒരു സാധനമാണ് ഇബിഡ്. ഓക്കെ. ഇബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ സെയിം പ്ലേസ് ഓഫ് വർക്ക്, അതാണ് ഇബിഡ്. ഇബിഡ് അതായത് തൊട്ടു മുമ്പ് പറഞ്ഞ അതേ സ്ഥലത്ത്, അതാണ് ഇബിഡ് എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. അതായത് ഒരു പേജിൽ തന്നെ തൊട്ടു മുകളിലെ ഒരു വരിയിൽ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു നമ്മള്. ഓക്കെ. അതിന് തൊട്ട് താഴെ അതേ പുസ്തകത്തെ കുറിച്ച് തന്നെ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം അവിടെ? അവിടെ നമുക്ക് ഇബിഡ് വെക്കാം. ഓക്കെ.
അതായത് ഇബിഡും ഓപ്സിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓപ്സിറ്റ് എന്ന് പറയുന്നത് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. എന്നാൽ ഓപ്സിറ്റ് വെക്കേണ്ടത് എപ്പോഴാണ്? 4ാമത്തെ പേജിൽ എഴുതിയിട്ടുള്ള കാര്യം ആ ഒരു സെയിം ബുക്കിനെ കുറിച്ചിട്ട് തന്നെ ഒരു 10ാമത്തെ 15ാമത്തെ പേജിൽ പറയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഓപ്സിറ്റ് വെക്കാം. അതല്ല 4ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം 4ാമത്തെ പേജിൽ തന്നെ പിന്നെയും നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇബിഡ് വെക്കാം. ഈ ഇബിഡ് ഉണ്ടല്ലോ നമുക്ക് 2 തരത്തിൽ, അതായത് ആ സെയിം പുസ്തകം തന്നെ നമ്മൾ തൊട്ട് മുന്നേ മെൻഷൻ ചെയ്തിട്ടുള്ള പുസ്തകം തന്നെ പിന്നെയും മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സെയിം പുസ്തകം തന്നെയാണ്, സെയിം പുസ്തകത്തിലെ സെയിം പേജ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇബിഡ് എന്ന് മാത്രം കൊടുത്താൽ മതി. അതല്ല സെയിം പുസ്തകം തൊട്ട് മുമ്പ് മെൻഷൻ, ഇപ്പൊ ശർമ്മയുടെ പുസ്തകം നമ്മൾ മെൻഷൻ ചെയ്തു, ഇന്ത്യസ് ആൻഷ്യന്റ് പാസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തു, ഈ സെയിം പുസ്തകം തന്നെ നമ്മുടെ അടുത്ത സൈറ്റേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇബിഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ശർമ്മയുടെ പുസ്തകത്തിലത്തെ 65ാമത്തെ പേജ് ആണ് ആദ്യം മെൻഷൻ ചെയ്തത്, എന്നാൽ ഇനി നമുക്ക് 69ാമത്തെ പേജ് ആണ് വെക്കുക. അപ്പൊ നമ്മൾ അവിടെ ഇബിഡ് എഴുതിയിട്ട് പേജ് നമ്പർ കൂടി എഴുതും. ക്ലിയർ ആണല്ലോ? ഓക്കെ. 14ാമത്തെ ചോദ്യം. ദ ബാറ്റിൽ ബിറ്റ്വീൻ സ്പാർട്ടൻസ് അണ്ടർ ലിയോണൈഡ്സ് ആൻഡ് കിങ് സെറക്സസ് ഓഫ് പേർഷ്യ വാസ് ഫൗട്ട് അറ്റ് ഡാഷ്. എവിടെ വെച്ചാണ് സ്പാർട്ടൻസിന്റെയും അതുപോലെ തന്നെ പേർഷ്യൻസും തമ്മിലുള്ള യുദ്ധം നടന്നിട്ടുള്ളത്? ലീഡേഴ്സിന്റെ പേരും പറയുന്നുണ്ട്, ലിയോണൈഡസ് അതുപോലെ തന്നെ സെറക്സസ്. പെലപ്പനേഷ്യ, തെർമോപേലെ, സലാമിസ്, പ്യൂണിക്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി തെർമോപിലി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ നമ്മള് ഓരോ യുദ്ധം പഠിക്കുമ്പോഴും അത് ആരൊക്കെ തമ്മിൽ നടന്നു എന്നുള്ളതും പഠിക്കണം, ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പഠിക്കണം, വർഷം പഠിക്കണം, സ്ഥലവും പഠിക്കണം അല്ലെ നമ്മള്. എന്താല്ലേ എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ ഈ യുദ്ധം നടന്നിട്ടുള്ളത് എപ്പോഴാണ്? ഏകദേശം BC 480-ലാണ് പേർഷ്യൻ കിങ് ആയിട്ടുണ്ടായിരുന്ന സെർസെക്സ് ഫസ്റ്റും അതുപോലെ സ്പാർട്ടൻ കിങ് ആയിട്ടുണ്ടായിരുന്ന ലിയോണൈഡസും തമ്മിൽ ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഐക്കോണിക് വാർ ആയിരുന്നു. ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റന്റ് വാറില് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ബാറ്റിലില് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വിശേഷിപ്പിക്കുന്ന ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് തെർമോപൈലി. ബാറ്റിൽ ഓഫ് തെർമോപൈലി എന്നതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 480 BC-യിലാണ് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ഗ്രീസിലെ തെർമോപിലി എന്ന ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള മലയിടുക്കിലാണ് ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. തെർമോപിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള വേർഡ് മീനിങ് എന്താണെന്നറിയോ? ഹോട്ട് ഗേറ്റ്, അതായത് ചൂടുള്ള കവാടം എന്നാണ് തെർമോപിലി എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ. ഈ ഒരു യുദ്ധം ഇത്രയും സിഗ്നിഫിക്കന്റ് ആവാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ? അതായത് ഇവരുടെ ഒരു ഗ്രീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. അതായത് 300 സ്പാർട്ടൻസ് ആണ് മെയിൻ ആയിട്ട് അതിൽ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഗ്രീക്ക് ഫോഴ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. 300 സ്പാർട്ടൻ മിലിറ്ററി അല്ലെങ്കിൽ ആർമി മെന്നും പിന്നെ കുറച്ച് ഗ്രീക്ക് സഖ്യകക്ഷികളും ചേർന്നായിരുന്നു ഈ ഒരു ഗ്രീക്ക് ഫോഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ പേർഷ്യൻ ഫോഴ്സിൽ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഈ ലക്ഷക്കണക്കിന് വരുന്ന ഈ പേർഷ്യൻ ഫോഴ്സിനെ 3 ദിവസത്തോളം ഈ ഒരു ചെറിയ ആർമി 300-350 പേരോളം ഉള്ള ചെറിയ ആർമി തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധം വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. നമ്മുടെ ഓപ്ഷനില് സലാമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ സലാമീസ് എന്ന് പറയുന്നത് ഈ തെർമോപിലി ബാറ്റിൽ ഉണ്ടല്ലോ, ഈ യുദ്ധം നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു നേവൽ ബാറ്റിലാണ് സലാമീസ് എന്ന് പറയുന്നത് കേട്ടോ. വലിയൊരു നേവൽ ബാറ്റിൽ, ഒരു കപ്പൽ യുദ്ധമായിരുന്നു സലാമീസ് എന്ന് പറയുന്നത്. പിന്നെ പ്യൂണിക് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്നതാണ്. റോമും കാർത്തേജും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു പ്യൂണിക് വാർ എന്ന് പറയുന്നത്. നമ്മുടെ 15ാമത്തെ ചോദ്യമാണ്. മാൻ മേക്സ് ഹിംസെൽഫ് ഇസ് ദ വർക്ക് ഓഫ് ഡാഷ്. ആരുടെ വർക്കാണ് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്നത്? അലക്സാണ്ടർ കണ്ണിങ്ഹാം, ആർതർ ഇവാൻസ്, ചെമ്പോലിയൻ, ഗോൾഡൻ ചൈൽഡ്. ആരുടെ വർക്കാണ്?
മാൻ മേക്സ് ഹിംസെൽഫ്. ഞാൻ നമ്മുടെ ലൈവിലും നമ്മുടെ ക്ലാസ്സിലും ഒക്കെ പറയുന്നതാണ് ബുക്ക് ആൻഡ് ഓതർ ഇമ്പോർട്ടന്റ് ആണ്. ബുക്ക് ആൻഡ് ഓതർ തന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളൂ അല്ലെ. അപ്പൊ ബുക്ക് ആൻഡ് ഓതർ ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാൻ മേക്സ് ഹിംസെൽഫ് എന്നുള്ള വർക്ക് ആരെഴുതിയിട്ടുള്ളതാണ് നോക്കാം. ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ ഇത്. ഓപ്ഷൻ ഡി വെറ ഗോർഡൻ ചൈൽഡ്. അദ്ദേഹമാണ് ഈ മാൻ മേക്സ് ഹിംസെൽഫ് എന്നുള്ള ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, 1936 ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. 1936 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്? മനുഷ്യ ചരിത്രത്തിലെ മാറ്റങ്ങളെ ഒരു സയന്റിഫിക് വേയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് ഉണ്ടല്ലോ, മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന വർക്ക്, ഇതിലാണ് നിയോളിത്തിക് റെവല്യൂഷനെ കുറിച്ചിട്ട്, അതായത് നവീന ശിലായുഗ വിപ്ലവം എന്ന ആ ഒരു നിയോളിത്തിക് റെവല്യൂഷനെ കുറിച്ചിട്ട് ഇദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടോ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതില്? ഈ സ്റ്റോൺ ഏജില് മനുഷ്യൻ വേട്ടയാടി നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും കൃഷിയിലേക്കും അതുപോലെ പെർമനന്റ് സെറ്റിൽമെന്റ് ലൈഫിലേക്കും ഒക്കെ മാറിയതിനെയാണ് അദ്ദേഹം നിയോളിത്തിക് റെവല്യൂഷൻ എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഈ നിയോളിത്തിക് റെവല്യൂഷൻ എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്? അത് ഗോർഡൻ ചൈൽഡ് ആണ് കേട്ടോ. അത് മാത്രമല്ല അർബൻ റെവല്യൂഷൻ, അതായത് സിറ്റികളുടെ ഒരു ഉദയത്തിനെയും അതുപോലെ ബ്രോൺസ് ഏജിന്റെ ഒരു പുരോഗതി ഉണ്ടല്ലോ അതിനെയും കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ അർബൻ റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു അർബൻ റെവല്യൂഷൻ, നിയോളിത്തിക് റെവല്യൂഷൻ, ഈ രണ്ട് ടേമും ഈ രണ്ട് ഐഡിയസും കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഗോർഡൻ ചൈൽഡ് ആണ്. നമ്മുടെ മറ്റേ ഓപ്ഷൻസ് ആരൊക്കെയായിരുന്നു? അലക്സാണ്ടർ കണ്ണിങ്ഹാം ഉണ്ടായിരുന്നു അല്ലെ. ആരാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് അല്ലെ. ദെൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലും കൂടിയായിരുന്നു അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇനി ഓപ്ഷൻ ബി നമുക്ക് ഏതാ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ആർതർ ഇവാൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആർതർ ഇവാൻസ് ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിലുള്ള മിനോവൻ കൾച്ചർ അല്ലെങ്കിൽ മിനോവൻ സിവിലൈസേഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ആർതർ ഇവാൻസ്. ഓക്കെ, ഗ്രീസിലെ ക്വീറ്റ് ഐലൻഡിലുള്ള മിനോവൻ സിവിലൈസേഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? ആർതർ ഇവാൻസ് ആയിരുന്നു. ഇനി ശംബോലിയൻ ആരായിരുന്നു? അതായത് നമ്മുടെ ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഡെസിഫർ ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ശംബോലിയൻ. ഓക്കെ, ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റിന്റെ പേരെന്തായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ഡിസിഫർ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തിയാണ് ശംബോലിയൻ. അദ്ദേഹം ഇതിനായിട്ട് റോസറ്റ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസും ആൻസറും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ പഠിപ്പിച്ച കാര്യങ്ങൾ അതിന്റെ ഒരു കോർ മാറില്ല എന്നുണ്ടെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെ ഹിസ്റ്ററിയില്. അപ്പൊ അതായത് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പുതിയ ഹിസ്റ്റോറിയൻസ് ഒക്കെ വരികയാണ്. ഓരോരുത്തരും ഓരോ ടൈപ്പിൽ ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇന്റർപ്രറ്റ് ചെയ്യാണ്, ക്രിട്ടിസൈസ് ചെയ്യാണ് അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ പഠിപ്പും നമ്മുടെ രീതിയും കൂടി നമ്മൾ അതിനനുസരിച്ചിട്ട് പുരോഗതി വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതിൽ പെടാത്ത പോയിന്റ്സും മേ ബി വരാതിരിക്കാം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നോട്ട് എഴുതി പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ അങ്ങനെ നോട്ട് എഴുതി പഠിക്കാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നത്, എന്റെ ക്ലാസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, എപ്പോഴും ഞാൻ പറയുന്നതാണ് നമ്മുടെ പിള്ളേരുടെ അടുത്ത് നോട്ട് എഴുതി പഠിക്കുന്ന ഒരു ശീലം നിങ്ങൾ കൊണ്ടുപോകും. നിങ്ങളിപ്പോ ഇത്രയും വലുതായി, MA കഴിഞ്ഞു, BEd കഴിഞ്ഞു, ഇനി ഞാൻ എങ്ങനെ എഴുതി പഠിക്കുക എന്നൊന്നും വിചാരിക്കേണ്ട മക്കളെ. നിങ്ങളത് എഴുതി പഠിച്ചോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ, ആർക്കും കൊടുക്കണ്ട, നമുക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുത്ത് പഠിക്കുക. ആർക്കും കൊടുക്കണ്ട എന്ന് പറയുന്നത് നോട്ട് ആർക്കും കൊടുക്കണ്ടെന്നല്ല കേട്ടോ. നമ്മുടെ അറിവും നമ്മുടെ ഇതും വേറെ ആർക്കും പങ്കുവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ നമുക്കുള്ളത് തന്നെയല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എഴുതി പഠിക്കുക. നമുക്ക് അറിയാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കുറിച്ച് വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു ഇൻസിഡന്റ്, നമുക്ക് ഈ ദേജാവു എക്സ്പീരിയൻസ് ഇല്ലേ, അതുപോലെ
ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നേരം കളയണ്ട. അപ്പൊ ആ ബുക്ക് ഒന്ന് എടുത്ത് പറിച്ചു, ആ ഇവിടെയാണ് ഞാനിത് കണ്ടേക്കണേ. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പഠിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു.